നമസ്കാരം. സോഷ്യൽ മീഡിയയുടെ ആക്രമണ സ്വഭാവം വട്ടമേശ കടക്കുന്നത് ഈ വിഷയത്തിലേക്കാണ്. സോഷ്യൽ മീഡിയ വളരെ സജീവമാണ് കേരളത്തിൽ മലയാളികളുടെ ഇടയ്ക്ക്. കേരളത്തിൽ മാത്രമല്ല, ലോകത്തെവിടെയുമാണ് മലയാളികളുടെ ഇടയ്ക്ക്. ശക്തമായ ഒരു മാധ്യമം, ശക്തമായ ഒരു കമ്മ്യൂണിക്കേഷൻ മാധ്യമം എന്ന നിലയ്ക്ക് അതിൻ്റെ പ്രസക്തി, അതിൻ്റെ വില വളരെയേറെയാണ്. പക്ഷേ അതിൽ ചിലർ കയറി അങ്ങനെ അഭിരമിക്കുകയാണ്. ആർക്കും ആരെയും എന്തും പറയാവുന്ന ഒരു സ്ഥിതി. ആരും നോക്കാനും കാണാനും ഇല്ല എന്നുള്ള നിലപാടിൽ, എന്നുള്ള രീതിയിൽ സോഷ്യൽ മീഡിയയുടെ ഈ ആക്രമണ സ്വഭാവം മലയാളിയെ എന്തുമാത്രം അപകടത്തിലേക്ക് എത്തിക്കുന്നു എന്നുള്ളതാണ് വട്ടമേശ പരിശോധിക്കുന്ന വിഷയം. ഇന്നത്തെ വട്ടമേശയിൽ പങ്കെടുക്കുന്നത് ഡോക്ടർ PJ അലക്സാണ്ടർ, മുൻ പോലീസ് DGP, TC രാജേഷ്, മാധ്യമ പ്രവർത്തകൻ, സോഷ്യൽ മീഡിയയിലെ സജീവ സാന്നിധ്യം, എബി ജോസഫ് അയിരൂക്കുഴിയിൽ. അദ്ദേഹം അബുദാബി പോലീസിൻ്റെ ഫോറൻസിക് വിദഗ്ധനായിരുന്നു. ഇപ്പോഴദ്ദേഹം വേറെ ചില ചുമതലകൾക്ക് കടക്കുകയാണ്. ഫോറൻസിക് രംഗത്ത് തന്നെ. എബി ജോസഫ് ചെങ്ങന്നൂർ സ്വദേശിയാണ്. വട്ടമേശ ആരംഭിക്കുന്നു. ഡോക്ടർ PJ അലക്സാണ്ടർ, ഇത് വളരെ കൗതുകരമായ കാര്യമാണ്. നമ്മുടെ കേരളം, മലയാളികളുടെ സംസ്കാരം വളരെ ഉയർന്നതാണ്, വിദ്യാഭ്യാസ നിലവാരം വളരെ ഉയർന്നതാണ്, സാംസ്കാരികമായി മലയാളി വളരെ ഉയർന്ന തലത്തിൽ നിൽക്കുന്നു. പക്ഷേ സോഷ്യൽ മീഡിയയിലേക്ക് കടന്നു നോക്കിയാൽ ഒരു എടാപോട, ഗോഗ്വാ വിളികൾ, ഗുണ്ടായിസം, ഇത് സോഷ്യൽ മീഡിയയിലെ മലയാളികളുടെ സാന്നിധ്യത്തിൻ്റെ ഒരു പ്രത്യേകതയായിരിക്കുന്നു. ആദ്യം നമുക്കിതിൻ്റെ ഒരു സോഷ്യോളജിക്കൽ ഫാക്ടർ, രണ്ടാമത് ഇത് ഉയർത്തുന്ന ഭീഷണി. ഞാനൊരു ആമുഖമായിട്ട് പറയട്ടെ. നമ്മുടെ കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത് ഇറ്റ്സ് എ ബാരോമീറ്റർ ഓഫ് അവർ കൾച്ചർ. നമ്മുടെ സംസ്കാരം എവിടെ നിൽക്കുന്നു എന്നുള്ളതാണ് നമ്മുടെ കൾച്ചർ. ഇപ്പോൾ നമ്മുടെ പുരാണ ഇതിഹാസങ്ങളിലൊക്കെ 1000-2000 വർഷം കഴിയുന്നത് അതിൻ്റെ കമ്മ്യൂണിക്കേഷൻ്റെ ബ്യൂട്ടി കൊണ്ടാണ്. ഗ്രീക്ക് സാഹിത്യകാരന്മാരുടെ പുസ്തകങ്ങൾ, ഒഡിസി, ഇലിയാഡ്, മഹാഭാരതം, ഇതൊക്കെ വായിക്കുമ്പോൾ കമ്മ്യൂണിക്കേഷൻ്റെ ബ്യൂട്ടി കൊണ്ടാണ്, സൗന്ദര്യം കൊണ്ടാണ് ഷേക്സ്പിയറൊക്കെ നിൽക്കുന്നത്. അപ്പോൾ ഈ കമ്മ്യൂണിക്കേഷനകത്ത് ബ്യൂട്ടി വേണമെങ്കിൽ അതിൻ്റെ ഒബ്ജക്റ്റീവ് ഉണ്ടായിരിക്കണം, സത്യമായിരിക്കണം, ആരെയും ആവശ്യമില്ല മുറിപ്പെടുത്തുന്നതാകരുത്. നമുക്കിവിടെ പറ്റിയത് എന്താണെന്ന് വെച്ചാൽ, ഒരു കാലഘട്ടത്തിൽ ഇവിടെ ചില സെക്ഷന് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ വലിയ വിഷമമായിരുന്നു. ഉദാഹരണം, ഇദ്ദേഹം നമ്മുടെ ഗൾഫിൽ നിന്ന് തന്നെ ആളുകൾ പോസ്റ്റ് ചെയ്യാതെ കത്തുകൾ നാട്ടിലോട്ട് വരുന്ന ആളുകൾ എഴുതി കൊടുത്തേക്ക് പറഞ്ഞു. ഞങ്ങൾ എക്കണോമിക് മനസ്സുകാർ പലപ്പോഴും തപ്പും, ഇതിനകത്ത് വല്ല ഡ്രാഫ്റ്റൊക്കെ ഉണ്ടോ എന്നൊക്കെ നോക്കാൻ വേണ്ടി തപ്പ വീഴ്ച വരും. ഇറ്റ് ഇസ് സോ ഡിഫിക്കൽട്ട്. ഒരു കോൾ വിളിക്കാൻ ഇറ്റ് ഇസ് ഡിഫിക്കൽട്ട്. പിന്നെ അന്ന് ചെയ്തുകൊണ്ടിരുന്നത് പോലീസ് ഉദ്യോഗസ്ഥന്മാർക്കൊക്കെ അറിയാവുന്ന പോലെ അനോണിമസ് പെറ്റീഷൻസ് അയക്കുക, വ്യാജ പരാതികൾ കൊടുക്കുക, അങ്ങനെ. അപ്പോൾ ദർ ഇസ് എ ന്യൂ സെക്ഷൻ ഓഫ് പീപ്പിൾ ഹു ഡിഡ് നോട്ട് ഹാവ് എഡ്യൂക്കേറ്റ് ഓപ്പർച്യൂണിറ്റീസ് ഫോർ കമ്മ്യൂണിക്കേഷൻ. ഈ ശാസ്ത്രം ഇപ്പോൾ കൊടുത്തിരിക്കുന്നത് അങ്ങനെ ഒരു കമ്മ്യൂണിക്കേഷനാണ്, കമ്മ്യൂണിക്കേഷൻ ഓപ്പർച്യൂണിറ്റിയാണ് കൊടുത്തിരിക്കുന്നത്. അതിന് അഡീഷണലായിട്ട് കൊടുത്തിരിക്കുന്നത് അനോണിമിറ്റി ഓൾസോ. യു ക്യാൻ ഹാവ് എ സെർട്ടൻ അനോണിമിറ്റി. അപ്പോൾ സ്വാതന്ത്ര്യം, നിയന്ത്രണമില്ല, അങ്കുശമില്ലാത്ത സ്വാതന്ത്ര്യം കിട്ടിക്കഴിഞ്ഞാൽ നമ്മളെ ദുരുപയോഗപ്പെടുത്തുന്നുള്ളതിൻ്റെ ഒരു ക്ലാസിക് എക്സാമ്പിളാണ് പിന്നെയും വന്നിരിക്കുന്നത്. നിയന്ത്രണമില്ല, എന്തും പറയാം. ഇപ്പോൾ എനിക്ക് ജേക്കബ് ജോർജിനെ മുഖത്ത് നോക്കി എന്തെങ്കിലും പറയാൻ വയ്യെങ്കിൽ ഞാൻ ഒരു അനോണിമസ് കത്ത് അയക്കുക, അല്ലെങ്കിൽ ടെലിഫോണിൽ കൂടെ ഞാൻ എന്നെ ഐഡൻറ്റിഫൈ ചെയ്യാത്ത രീതിയിൽ പറയാമെന്ന് പറയുന്നത് തെറ്റേ പ്രതി. ഇറ്റ്സ് എൻ അബറേഷൻ. എനിക്ക് മലയാളിയെക്കുറിച്ച് പറയാനുള്ളത്, നേരെ ചൊവ്വേ ധൈര്യമായിട്ട് പറയാനുള്ള കാര്യങ്ങൾ മാന്യമായ ഭാഷയിൽ പറയാൻ നമുക്കറിയാം. നമ്മുടെ എത്രയോ നല്ല സാഹിത്യ കൃതികളുണ്ട്, ഭംഗിയായിട്ട് പറഞ്ഞു. കുഞ്ചൻ പേര് നോക്കടാ നമ്മുടെ മാർഗ്ഗം കിടക്കുന്ന മക്കടാ അങ്ങ് മാറിക്കിടാച്ചട. അത് ഈ അപമാനമായിട്ട് പറയുന്ന സമയത്ത് കുരങ്ങിനെ പോലും കാഞ്ഞിരക്കായ്കളും തിന്നു മരങ്ങളിൽ പാഞ്ഞു നടക്കും മറിഞ്ചാടി വീഴും, അങ്ങനെയൊക്കെയുള്ള ദാറ്റ് ടൈപ്പ് ഓഫ് തിങ്. ഇതൊക്കെ ഉള്ള വലിയ സഞ്ജയൻ്റെ, നമ്മുടെ EV കൃഷ്ണപിള്ള, ഇങ്ങനെയൊക്കെയുള്ള നല്ല ഒരു ട്രഡീഷൻ ഉണ്ട് ഇവിടെ. ഹ്യൂമറും തമാശയായിട്ട് പറയാനൊക്കെ മുറിപ്പെടുത്തി പറയേണ്ട ആവശ്യമില്ല. മുറിപ്പെടുത്തി പറയുന്ന ഒരു ടെൻഡൻസിയോട് നമ്മൾ വരിക, സപ്രസ്ഡ് എമോഷൻ ഓഫ് അഗ്രഷൻ അത് വരികയാണ്. ഇത് നിയന്ത്രിക്കണം. അനോണിമിറ്റി, ഡിസ്റ്റൻസ്. ഇപ്പോൾ ഒരാൾക്ക് അലാസ്കയിലിരുന്ന് അല്ലെങ്കിൽ അബുദാബിയിലിരുന്ന് നമ്മളെ ആരെങ്കിലും എതിരായിട്ടൊരു പോസ്റ്റ് ഇടാൻ ഒരു വിഷമമില്ല. ഇപ്പോൾ ഞാനിതിനകത്ത് പോയിട്ടില്ല, ഇതിൻ്റെ ഭയം കൊണ്ട്, ഇതിൻ്റെ പോസിബിലിറ്റി ഓഫ് മിസ്യൂസ് കൊണ്ട് എനിക്കൊരു ഫേസ്ബുക്കുമില്ല,
ഞാനിതിനകത്തൊന്നും ട്രോളിങ്ങുമില്ല, ചുറ്റുമില്ല, ഒന്നുമില്ല, ഇതൊന്നും കാണുന്നുമില്ല. കടന്ന് ചെല്ലുന്ന ആളുകൾ സ്വയം നിയന്ത്രിച്ചിട്ട്. ഞാൻ ഇപ്പോൾ ഒരു പുസ്തകം എഴുതുമ്പോഴുള്ള ബുദ്ധിമുട്ട് രാജേഷിനെ പോലുള്ള ആൾക്കൊക്കെ അറിയാമല്ലോ. ഒരു പുസ്തകം എഴുതുന്നതിൻ്റെ ബുദ്ധിമുട്ട് അത് ഇറ്റ് കംസ് അണ്ടർ മൈ നെയിം ആൻഡ് ദ നെയിം ഓഫ് എ പബ്ലിഷർ. അത് വായിക്കുന്ന ആളിനെ മനസ്സിലാക്കി ഉടനെ ഇത് ജേക്കബ് ചോർ എഴുതിയ പുസ്തകമല്ലേ, ഇത് മനോരമ പബ്ലിഷ് ചെയ്തല്ലേ പുസ്തകമല്ലേ എന്ന് ആളിനെ മനസ്സിലാക്കുക. അപ്പോൾ അതിനകത്തൊരു സ്റ്റാൻഡേർഡ് ഉണ്ട്. ഇതൊന്നും വേണ്ടാത്തൊരു സിറ്റുവേഷനിലേക്കാണ് നമ്മൾ വന്നിരിക്കുന്നത്. ആർക്കും എവിടെ നിന്ന് എന്ത് എഴുതാം, ആരെക്കുറിച്ച് എന്തും പറയാം. ഇതിന് വലിയ കൾച്ചറൊന്നും വേണ്ട, ഇതിന് വലിയ സംസ്കാരം വിളിച്ചു നിന്നേടാ പോടാ എന്നൊക്കെ വിളിക്കുന്ന പോലെയുള്ള അതിനർത്ഥമില്ല. അതുകൊണ്ട് നമുക്കൊരു റീതിങ്കിങ് ഇതിനെക്കുറിച്ച് വേണം. ഈ ഫെസിലിറ്റീസ് ഉപയോഗിക്കുമ്പോൾ ഗാന്ധിജി പറഞ്ഞുള്ള 4 ടെസ്റ്റ്, അല്ലെങ്കിൽ റോട്ടറി ക്ലബ്ബുകാർ പറയുന്ന 4 ടെസ്റ്റ്, ഞാൻ സത്യമാണോ പറയുന്നത്, ഇതുകൊണ്ട് എൻ്റെ സമൂഹത്തിന് എന്തെങ്കിലും പ്രയോജനമുണ്ടോ, ഇത് എനിക്കെന്തെങ്കിലും പ്രയോജനമുണ്ടോ, ഇത് പറയുന്ന ആൾക്ക് എന്തെങ്കിലും പ്രയോജനമുണ്ടോ എന്നൊരു ക്വസ്റ്റ്യൻ ഇല്ലാതെ പെട്ടെന്ന് റിയാക്ട് ചെയ്യുന്നത് ശരിയല്ല. ഇതിപ്പോൾ നമുക്ക് മാസീവായിട്ട് വന്നിരിക്കും. നമ്മുടെ ലിഞ്ചിങ് എന്ന് പറയുന്നതിനെ കുറിച്ച് വന്നിരിക്കുന്നത് ഇത് തന്നെയാണ്. നോർത്ത് ഇന്ത്യയിൽ നിന്ന് കേരളത്തിലേക്ക് കടന്നു വന്നിരിക്കുക 10-25 പേര് ഒരുത്തന്നെ തല്ലിക്കൊള്ളുക, ആൾക്ക് റിമോഴ്സ് ഇല്ലാത്ത രീതിയിൽ. ഇറ്റ്സ് വെരി റോങ്. നമുക്ക് എന്തോ രോഗത്തിൻ്റെ ഒരു സൂചനയായത്. അതുകൊണ്ട് ഇത് നിയന്ത്രിച്ച് തീരൂ. അത് ഓരോരുത്തർ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നവർ തന്നെ ഞാൻ ഇത് ചെയ്യാൻ പാടില്ല, ഇതിനപ്പുറത്തേക്ക് പോകാൻ പാടില്ല എന്ന് പറഞ്ഞൊരു സെൽഫ് ഇമ്പോസ് ഡിസിപ്ലിൻ. ഇതൊരു ആൾക്കൂട്ട കൊല പോലെയാണ്. കുറേ ആൾക്കാർ കൂടിയിട്ട് ഇപ്പം ഹനാൻ എന്ന പെൺകുട്ടി, അതാണ് ഈ ഒരു ചർച്ചയ്ക്ക് തന്നെ കാരണമായത്. ഹനാൻ എന്ന പെൺകുട്ടി ഒരു പാവപ്പെട്ട പെൺകുട്ടി, മീൻ കച്ചവടം ചെയ്ത് വളരെ കഷ്ടപ്പെട്ട് അധ്വാനിച്ച് കോളേജിൽ പോവാണ് പഠിക്കാൻ. അതും BSc കെമിസ്ട്രി ഒക്കെ എടുത്ത് പഠിക്കുകയാണ് ആ കുട്ടിയെ. അതിൻ്റെ ലക്ഷ്യം MBBS ഒക്കെ പാസ്സാവുക. അപ്പം അതൊന്നും കാണുന്നില്ല. ഇവളുടെ മീൻ കച്ചവടം നടത്തുമ്പോൾ അവിടെ മുടി ശരിയാക്കിയിരിക്കുന്നു, ശരിക്ക് റെഡിയാക്കി വെച്ചിരിക്കുന്നു. പിന്നീട് തട്ടമിട്ടിട്ടില്ല. മുസ്ലിം പെൺകുട്ടി തട്ടമിടണ്ടേ, അതാണ് വേറൊരു വിഷയം. എന്ന് കയ്യിലൊരു മോതിരം കിടക്കുന്നു. ഇവളെങ്ങനെ മീൻകാരിയാവും? ഇതൊരു ഭീകരമായ ചോദ്യങ്ങളാണ് ഇതൊക്കെ. അതുകൊണ്ട് ഇതൊക്കെ ആൾക്കൂട്ടക്കൊല തന്നെയാണ്. ശരിക്കും പോലീസ് വളരെ കർശനമായിട്ട് ഇടപെട്ടു, കുറേ പേരെ അറസ്റ്റ് ചെയ്തു, ഇനിയും ഒത്തിരി പേരുടെ ലിസ്റ്റ് തയ്യാറാക്കിയിരിക്കുന്നു. രാജേഷ്, ഇത് നമ്മുടെ മലയാളി രോഗഗ്രസ്തമാണ് അവൻ്റെ മനസ്സ് എന്നുള്ളതാണോ ഇത് പഠിപ്പിക്കുന്നത്? സാറ് പറഞ്ഞത് ഒരു രീതിയിൽ ശരിയാണ്. സോഷ്യൽ മീഡിയയിൽ ഇങ്ങനെയുള്ള ആക്രമണങ്ങൾ, പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകുന്നുണ്ട്. അവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഹനാനെതിരെ ഇങ്ങനെയൊരു ആക്രമണം ഉണ്ടായപ്പോൾ അതിനെ പ്രതിരോധിച്ചത്, എത്രമാത്രം ഹനാനെതിരെ ആക്രമണം ഉണ്ടായോ അതിൻ്റെ 10 മടങ്ങ് ശക്തിയോടെ അതിനെ പ്രതിരോധിച്ചത് സോഷ്യൽ മീഡിയ തന്നെയാണ്. തീർച്ചയായിട്ടും മലയാളികൾ തന്നെയാണ്. അത് നമ്മൾ ആദ്യം മനസ്സിലാക്കണം. ഹനാനെതിരെ ഇത്തരത്തിലുള്ള മോശം കമൻറ്റുകൾ പല പ്ലാറ്റ്ഫോമിലും പറഞ്ഞ ആളുകളെ വളരെ കൃത്യമായിട്ട് അവരുടെ പ്രൊഫൈലും അവർ പറഞ്ഞ വാചകങ്ങളും സ്ക്രീൻഷോട്ട് എടുത്ത് അധികൃതർക്ക് കൈമാറിയിരിക്കുന്നതും ഇതേ സോഷ്യൽ മീഡിയയിലുള്ള ആൾക്കാർ തന്നെയാണ്. ഇപ്പം ഞാൻ പറയാം, ഹനാനെതിരെ ഈ ആക്രമണം ഉണ്ടായി എന്ന് പറയുമ്പോൾ പോലും ഞാൻ ചോദിച്ചോട്ടെ, ജേക്കബ് സാറ് ഫേസ്ബുക്കിൽ അത്ര സജീവമല്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. സാർ ഇതിനകത്ത് പലതും കണ്ടിട്ട് കാണുന്നത് എങ്ങനെയായിരിക്കും? ചിലപ്പോൾ ഇതിൻ്റെ സ്ക്രീൻഷോട്ടുകൾ പലതും വാട്സാപ്പിലോ അതുപോലുള്ള മീഡിയയിലൂടെയോ സാറിൻ്റെ കയ്യിലേക്ക് വരുന്നതാണ്. അല്ലെങ്കിൽ സാറ് വായിക്കുന്ന പരമ്പരാഗത മാധ്യമങ്ങൾ അല്ലെങ്കിൽ കാണുന്ന പരമ്പരാഗത മാധ്യമങ്ങളിലൊന്നും ഇതിൻ്റേതായ ഒരു ഡെപ്തിൽ വന്നിട്ടില്ല. ഹനാനെതിരെ ആക്രമണം ഉണ്ടായി എന്നതിപ്പോൾ മാതൃഭൂമി എന്ന് പറയുന്ന ഒരു പത്രം കൊണ്ടുവന്ന ഒരു വാർത്തയായിരുന്നു അത് എന്നതുകൊണ്ട് മാത്രം ഹനാനെതിരെ ആക്രമണം ഉണ്ടായപ്പോൾ മാതൃഭൂമി അതിൻ്റെ കുറേ എക്സാമ്പിൾസ് കാണിച്ചുകൊണ്ട് വളരെ ശക്തമായിട്ട് നിന്നു. അതുപോലെ മറ്റൊരു മീഡിയയും ആ തരത്തിൽ നിൽക്കാൻ തയ്യാറായിട്ടില്ല എന്ന കാര്യം നമ്മൾ ഓർക്കണം. അവിടെ ഏറ്റവും ആദ്യം തൊട്ട് ഹനാൻ്റെ ഇഷ്യൂ ഒക്കെ ഏറ്റവും ആദ്യം തൊട്ട് വീക്ഷിച്ച ഒരാളാണ് ഞാൻ. അപ്പോൾ ഹനാനെക്കുറിച്ചുള്ള ഈ ഒരു വാർത്ത വരുന്നു, അത് സോഷ്യൽ മീഡിയയിൽ വന്ന സമയത്ത് ഞാൻ വളരെയധികം സന്തോഷിച്ചു. ഒരു പെൺകുട്ടി ഇങ്ങനെ വരുന്നത് നല്ല കാര്യമാണ്. പക്ഷേ തൊട്ടടുത്ത് നമ്മൾ കാണുന്നത് മറ്റൊരാളുടെ ഫേസ്ബുക്ക് ലൈവാണ്. ആ ഫേസ്ബുക്ക് ലൈവിൽ പറയുന്ന പ്രധാനപ്പെട്ട ആരോപണം എന്ന് പറയുന്നത് 3 ദിവസമായതേ ഉള്ളൂ തമ്മനത്ത് ഹനാൻ മത്സ്യവില്പനയ്ക്ക് വന്നിട്ട് എന്നുള്ളതാണ്. അത് ശരിയുമായിരുന്നു. പക്ഷേ അതിനു മുൻപ് ഈ കുട്ടി അനുഭവിച്ച സഫറിങ്സോ മറ്റു കാര്യങ്ങളോ ഒന്നും ഇവിടെ അഡ്രസ് ചെയ്യപ്പെടാതെ പോകുന്നു. അങ്ങനെ ഒരാൾ പറഞ്ഞപ്പോഴേക്കും എന്തായി, ഹനാൻ എന്ന് പറയുന്ന ആ പെൺകുട്ടി എന്തോ ഒരു ഭീകര കുറ്റവാളി. നമ്മൾ കാര്യം മനസ്സിലാക്കേണ്ടത്, മലയാളിയുടെ ഒരു സൈക്കിക് പ്രശ്നങ്ങൾ കൂടി ഇതിനകത്ത് ഉണ്ട് എന്ന് എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട്. സ്ത്രീകളോടോ പെൺകുട്ടികളോടോ അവർ നമ്മിൽ കവിഞ്ഞ ഒരാളായി ഒരു സ്റ്റാറായി മാറുമ്പോൾ ഉണ്ടാകുന്ന ഒരു അസൂയ അതെല്ലാവരോടും ഉണ്ട്. അതൊരു പെൺകുട്ടിയാണെങ്കിൽ പ്രത്യേകിച്ചുണ്ടാവും. ഇതെന്ന് വെച്ചാൽ ഡിഗ്രി മാത്രം പഠിക്കുന്ന ഒരു പെൺകുട്ടി. അത് മാത്രമല്ല, നമുക്കറിയാം ഹനാൻ ആദ്യം മീഡിയയ്ക്ക് മുൻപിലേക്ക് എത്തുമ്പം ഒരിക്കലും മീഡിയ ഒരു മാധ്യമങ്ങളുടെ ക്യാമറയ്ക്ക് മുമ്പിൽ ഒരാളും പറയുന്ന രീതിയിലല്ല ഹനാൻ സംസാരിക്കുന്നത്. ആർ യു റെഡി എന്ന് ചോദിച്ചിട്ടാണ് എന്നെ ഒരു തരത്തിലും നിങ്ങൾ സംസാരത്തിനിടയ്ക്ക് എന്നെ ശല്യപ്പെടുത്തരുത്, അങ്ങനെയാണെങ്കിലും ഞാൻ പറയുള്ളൂ എന്ന് അവരോട് പറഞ്ഞിട്ടാണ് ഹനാൻ തുടങ്ങുന്നത്. നിയമം കൊണ്ട്, കേരളത്തിലെ നിയമം, ഇന്ത്യയിലെ നിയമം, ഇത് കാരണം നമ്മൾ ട്രാഫിക് നിയന്ത്രിക്കണമെങ്കിൽ പോലീസ് ശക്തമായിട്ട് ഇടപെട്ടേ പറ്റൂ. നമ്മുടെ ആൾക്കാരെ അനുസരിക്കുകയില്ല, ചത്താലും വീടുകൾ അനുസരിക്കുകയില്ല എന്നുള്ളതാണ്. അതേപോലെ പോലീസിന്, അധികൃതർക്ക്, നിയമത്തിന് എത്ര കണ്ട് കർശനമാകാൻ പറ്റും? അത്
അത് ആക്ച്വലി ഈ ഇവിടുത്തെ മലയാളികൾ തന്നെ ഇപ്പം ഈ മലയാളികൾ വിദേശത്ത് പോകുമ്പോൾ അവർ കർശനമായിട്ട് അവിടുത്തെ നിയമം പാലിക്കുന്നുണ്ടല്ലോ. ഇവിടെ വരുമ്പോൾ അവർ അത് ഓപ്പോസിറ്റായിട്ട് ചെയ്യുകയും ചെയ്യുന്നു. അതെന്തുകൊണ്ട്? ആ നിയമത്തെ ഭയമുള്ളതുകൊണ്ടാണ്. ആ നിയമം പാലിച്ചില്ലെങ്കിൽ ശിക്ഷിക്കപ്പെടുമെന്ന് അവർക്കറിയാം. അതുകൊണ്ടാണ് മറ്റു രാജ്യങ്ങളിൽ ഇതേ മലയാളി തന്നെയാണ് അവിടെ എയർപോർട്ടിൽ നിന്ന് ക്യൂ നിന്ന് വളരെ മാന്യമായിട്ട് അവർ ആ പോളിസി പ്രൊസീജിയർ എല്ലാം ഫോളോ ചെയ്യുന്നുണ്ട്. ഇവിടെ വന്ന ആ മലയാളി എയർപോർട്ടിൽ ലാൻഡ് ചെയ്ത് കഴിയുമ്പോൾ സ്വഭാവം മാറുകയാണ്. കാര്യം അതായത് ആവിഷ്കാര സ്വാതന്ത്ര്യം, എൻ്റെ നാട്, ഇവിടെ ഒന്നും അത് ആവിഷ്കാര സ്വാതന്ത്ര്യം, അതൊരു തിണ്ണമെടുക്കെന്ന് പറയാം എന്നും. അപ്പൊ ഈ സാറി ഹനാന്റെ വിഷയം പറഞ്ഞു. എനിക്ക് തോന്നുന്നത് ഈ ഹനാൻ ഒരു മോശപ്പെട്ട ഡ്രസ്സ് ഇട്ട് ഒരു കീറിയ ഡ്രസ്സും മുടിയൊക്കെ വളരെ മോശമായിട്ട് കച്ചവടം ചെയ്തിരുന്നെങ്കിൽ ഇത് സോഷ്യൽ മീഡിയയിൽ അത്ര വിപുലമായിട്ട് പ്രസിദ്ധീകരിക്കപ്പെടില്ലായിരുന്നു. ഇപ്പൊ വന്നത് ഹനാൻ നല്ല ഡ്രസ്സ് ഇട്ടു, കയ്യെ മോതിരം ഇട്ടു. അപ്പോൾ അത് മലയാളിയുടെ ഒരു ആറ്റിറ്റ്യൂഡാണ്. നല്ല ഭാഗത്ത് നല്ല ഡ്രസ്സ് ഇട്ട് ചില ഓഫീസുകളിൽ കയറി ചെന്ന് കഴിഞ്ഞാലും ഇങ്ങനെയുള്ള അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. നല്ല ഡ്രസ്സ് ഇട്ട് നോക്കുമ്പോൾ നല്ല ഡ്രസ്സ് ഇട്ട് വരുന്നു. എന്നാൽ അവശതയോടെ ഉള്ള ഒരാൾ മോശം വസ്ത്രം ധരിച്ച് കയറി ചെന്നാൽ ദുരനുഭവം ഉണ്ടാകുന്ന ധാരാളമുണ്ട്. അതുകൊണ്ട് പണ്ട് പ്രിന്റ് മീഡിയയുടെ കാലത്ത് നമ്മുടെ സിനിമാ നടന്മാർക്കോ നടിമാർക്കെതിരെയൊക്കെ ഗോസിപ്പുകൾ ഉണ്ടായിരുന്നു. അപ്പോൾ അവർ സ്റ്റാർ ആയിരുന്നുകൊണ്ട് അവർക്കെതിരെ ഗോസിപ്പ് പറഞ്ഞ അല്ലെങ്കിൽ എഴുതി ഒരു സായുജ്യമടയുന്ന ഒരു സംസ്കാരമായിരുന്നു നമ്മുടെ. ഇപ്പം സോഷ്യൽ മീഡിയ വന്നപ്പോൾ സോഷ്യൽ മീഡിയയിൽ ചെറുതായിട്ട് ഒന്ന് ഹൈലൈറ്റ് ആയി വരുന്നു എന്ന് കണ്ടാൽ അതിനെയും വിമർശിക്കും എന്നുള്ള ഒരു പോളിസിയിലേക്ക് വരുന്നുണ്ട്. അതെ അതെ ശരിയാണ്. എബി, കഴിഞ്ഞ ദിവസം ഈ ആഴ്ച തന്നെയാണ് മലയാള മനോരമയുടെ അവിടെ മാൻ ഓഫ് ദി ഇയർ അവാർഡ് കൊടുത്തപ്പോൾ ന്യൂസ് മേക്കർ ഓഫ് ദി ഇയർ അവാർഡ് കൊടുത്ത ചടങ്ങിൽ, തിരുവനന്തപുരത്ത് നടന്ന ചടങ്ങിൽ ജോണി ലൂക്കോസ് മുഖ്യമന്ത്രി പിണറായി വിജയനോട് ചോദ്യം ചോദിച്ചു. സോഷ്യൽ മീഡിയയെ കുറ്റപ്പെടുത്തിക്കൊണ്ടായിരുന്നു ചോദ്യം. അപ്പോൾ പിണറായി വിജയൻ വളരെ സ്ട്രാറ്റജിക്കായിട്ടും കാലികമായിട്ട് ഒരു മറുപടി, സോഷ്യൽ മീഡിയ അവിടെ നിൽക്കട്ടെ, നിങ്ങളും മാധ്യമങ്ങൾ എന്താ കാണിക്കുന്നേ? ഡോക്ടർ അലക്സാണ്ടർ ആയോത്തിനുണ്ടായിരുന്നു തോന്നുന്നു. അപ്പം മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞ മനോഹരമായൊരു മറുപടി. അത് അദ്ദേഹത്തിന് വളരെ ക്ലാരിറ്റി ഉണ്ട്. മുഖ്യമന്ത്രിക്ക് പറയുന്ന കാര്യങ്ങളിൽ, എടുക്കുന്ന നിലപാടുകളിൽ വളരെ ക്ലാരിറ്റിയോട് പറഞ്ഞു നിങ്ങളുടെ. അപ്പോൾ നമ്മുടെ മുഖ്യധാര മാധ്യമങ്ങളും മനുഷ്യരെ ആക്രമിക്കുന്നതിൽ, ഏകപക്ഷീയമായി ആക്രമിക്കുന്നതിൽ, സാധാരണ മാധ്യമങ്ങളുടെ പരമ്പരാഗതമായ മൂല്യങ്ങളിൽ നിന്നും മാർഗങ്ങളിൽ നിന്നും വിട്ടുനിൽക്കുന്നില്ലേ എന്നുള്ള ചോദ്യമാണ് പിണറായി വിജയൻ ഉന്നയിച്ചത്. അതും പ്രസക്തമല്ലേ ഡോക്ടർ അലക്സാണ്ടർ? അതെ, ഉണ്ടായിരുന്നു. അതായത് ഈ നമ്മൾ പ്രിന്റ് മീഡിയ ഒക്കെ ഇരിക്കുന്ന കാലത്ത് തന്നെ സബ് സർഫസിലുള്ള പബ്ലിക്കേഷൻസ് ഉണ്ടായിരുന്നു ഇവിടെ. അതെ, നമ്മൾ സാധാരണ വായിക്കാത്ത, പരസ്യമായിട്ട് മുഖ്യധാരയിലേക്ക് വരികയില്ലായിരുന്നു. പരസ്യമായിട്ട് നമ്മൾ വായിക്കാത്ത സർക്കുലേഷൻ ഉണ്ടായിരുന്നു. പരസ്യമായിട്ട് നമ്മൾ വായിക്കാത്ത പുസ്തകങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഞങ്ങളെ പോലീസ് ഉദ്യോഗസ്ഥർ അതൊക്കെ വായിക്കും. ഒരു ഗ്രെയിൻ ഓഫ് ട്രൂത്ത് അതിനകത്ത് ഉണ്ടെങ്കിൽ ശരി കാണത്തില്ല. ഞങ്ങൾക്കറിയാം എന്നതിന് കമിതാക്കൾ തൂങ്ങിച്ചത്തു, അങ്ങനെ തൂങ്ങിച്ചത്തോ അതായിരുന്നോ എന്നറിയാൻ വേണ്ടിയിട്ട് ക്രൈം കൊണ്ടുവരും. അപ്പോൾ ഈ സബ് സർഫസിൽ ദർ ഈസ് ഓൾവേസ് സ്ലീസ് ഇൻകറക്റ്റ് ആളെ കുറിച്ച് ചീത്ത പറയുന്നതൊക്കെ എൻജോയ് ചെയ്യുന്ന ഒരു സെക്ഷൻ നമ്മുടെ കൂട്ടത്തിലുണ്ട്. ഈ ലൈക്ക് ദാറ്റ് പീപ്പിൾ. അതൊരു പതിവായിരുന്നു. സിനിമ താരങ്ങളിൽ ഈ ഗോസിപ്പ് എന്ന് പറയുന്ന പോലെ അങ്ങനെ ഒന്നുണ്ട്. അപ്പോൾ ഇപ്പോഴത്തെ വന്നിരിക്കുന്നത് മൈ ടെൻറ്റേറ്റീവ് സബ്മിഷൻ ഈസ്, ഇത്തരം ആൾക്കാർക്ക് എന്തെങ്കിലും അവർക്ക് മനസ്സിൽ തോന്നുന്നത് പറയാനുണ്ടായിരുന്ന സാവകാശവും അവസരവും ഇപ്പോൾ വളരെ കൂടിയിരിക്കുകയാണ്. ആര് എവിടെ ഇരുന്ന് എന്ത് പറയുന്നത് അറിയാതെ വേണ്ടതുപോലെയൊക്കെ എഴുതി വയ്ക്കാം. പണ്ട് ലൈക്ക് ടേക്ക് ഫോർ ഇൻസ്റ്റൻസ് ബാബുജി മാതൃഭൂമിയിലൊക്കെ വർക്ക് ചെയ്ത് അറിയാമല്ലോ. ഒരു ലെറ്റർ എഡിറ്റ് വന്ന് അത് പബ്ലിഷ് ചെയ്യണമെങ്കിൽ അതിനൊരു മെറിറ്റ് വേണ്ടേ? ലിറ്റററി മെറിറ്റ് വേണം, കണ്ടൻസ് റെലവൻസ് വേണം, അങ്ങനെ വേണം. ഒരു ആർട്ടിക്കിൾ എഴുതണമെങ്കിൽ തന്നെ നമ്മൾ വളരെ സൂക്ഷിക്കണം. എൻ്റെ ആർട്ടിക്കിൾ പബ്ലിഷ് ചെയ്തവരാണ് വളരെ സൂക്ഷിക്കണം. ഇപ്പോൾ ഇങ്ങനെ ഒന്നുമില്ലാതെ ഇറസ്പോൺസിബിളായിട്ട് സ്പെർ ഓഫ് ദ മൊമെൻറ്റ് നമുക്ക് വരുന്നത് പബ്ലിഷ് ചെയ്യാൻ നമുക്ക് സാധിക്കുന്നു. ഈ മലയാളിയുടെ സ്വഭാവത്തെക്കുറിച്ചുള്ള ഒരു പഴയ കഥയുണ്ട്. സമയമുണ്ടോ എന്ന് എനിക്കറിയില്ല. സമയമുണ്ട്. ശ്രീരാമനും ലക്ഷ്മണനും കൂടെ സീതയെ അന്വേഷിച്ച് ശ്രീലങ്കയിലേക്ക് പോകുന്ന സമയത്ത് ഗോകർണത്തൊന്ന് ദിവസം രാത്രി താമസിച്ചപ്പോൾ പതിവുള്ള ശുശ്രൂഷകളൊന്നും സഹോദരൻ്റെ ഇന്ന് രാമന് കിട്ടുന്നില്ല. ലക്ഷ്മണൻ ഈസ് വെരി ഇൻഡിപെൻഡൻ്റ് ആൻഡ് ഇൻഡിഫറൻറ്റ്. അപ്പോൾ അദ്ദേഹം വിഷമിച്ചത് എന്താ പറ്റിയത്? അപ്പോൾ നാരദനെ അദ്ദേഹം മനസ്സിൽ ധ്യാനിച്ചു. അദ്ദേഹം വന്നു. നാരദൻ പറഞ്ഞു, ഉണ്ടായിരുന്നുള്ളൂ, ഒരു കുഴപ്പമൊന്നുമില്ല, നാളെ രാവിലെ എല്ലാം നേരെയായിക്കോളൂ. നാളെ രാവിലെ അവർ പിറ്റേന്ന് വന്നു. നമ്മുടെ മഹേന്ദ്രഗിരിക്ക് അപ്പുറം ചെന്ന് ശ്രീലങ്കയെ കണ്ട സമയത്തേക്ക് ലക്ഷ്മണൻ പഴയ പൊസിഷനിലേക്ക് വന്നു. എന്താ ജ്യേഷ്ഠ, എന്ത് വേണം, പൂജ ചെയ്യണോ, കുളിക്കണമെന്ന്.
അപ്പോൾ ശ്രീരാമൻ ചോദിച്ചു, എന്താ ഇത്? അതെ, ഈ ഭൂഭാഗത്തിൻ്റെ പ്രത്യേകത, ഇവിടെ ആർക്കും ആരെയും ബഹുമാനമില്ല, ഇവർക്ക് ആർക്കും ആരെയും ഭഗവച്ചു കൊടുക്കില്ല. ഇതൊരു സ്വഭാവമാണ്. നോക്കൂ, ഇവിടെ വളരുന്ന മരങ്ങളുടെ ഷേപ്പ് നോക്കൂ. തെങ്ങ ഒറ്റത്തടി, ചോട്ടിൽ നിന്നൊരു ബ്രാഞ്ചില്ല, ബ്രാഞ്ചില്ല, ആരെ അടുപ്പിക്കില്ല. ഒരു ഷാർപ്പ് വെപ്പണില്ലാതെ ഒരു കരിക്കോ ഒരു ഈർക്കിൾ പോലും എടുക്കാൻ സാധ്യമല്ല. എന്നാൽ ചെറിയ വിരട്ടുകൊണ്ട് വളയും തിരിയൊക്കെ ചെയ്യുകയും ചെയ്യും. അപ്പോൾ ഇതൊരു ഈ മരങ്ങളെ പോലെ തന്നെ ഒരു കോക്കനട്ട് ട്രീ സിൻഡ്രോം ഇവിടെയുണ്ട്. ആളുകൾക്ക് സ്വതന്ത്രമായിട്ട് ചെയ്യാം, പരസ്യമായിട്ട് പറയാൻ വയ്യാത്ത കാര്യങ്ങൾ രഹസ്യമായിട്ട് പറയാൻ കിട്ടുമ്പോൾ അതിൽ അഭിനമിക്കുക. അങ്ങനെ നമുക്കൊരു ദുശീലമുണ്ട്. മലയാളികളെ കുറിച്ച് തന്നെ പറഞ്ഞു വരുത്തിക്കൊണ്ടിരിക്കുന്ന വാദങ്ങളിലൊന്നാണിത്. നമുക്ക് ഞണ്ടിന്റെ സ്വഭാവം ഉണ്ടെന്ന് നമ്മൾ പറയും, ഒരാൾ മേളിലോട്ട് കയറുന്നത്. ഇത് നമ്മളും അതിനകത്ത് ഉൾപ്പെടുന്നു. പറയാൻ വേണ്ടിയിട്ടായി പറയുന്നു. പുറത്ത് പറയുമ്പോൾ ഡോക്ടർ PC അലക്സാണ്ടറിക്ക് പ്രസംഗിച്ചതാ ഈ ഞണ്ടിൻ്റെ സംസ്കാരം എന്നുള്ളവരും പിടിച്ചതായിട്ടിടുക എന്നുള്ളത്. അപ്പോൾ അതുകൊണ്ട് നമ്മുടെ ഒരു സോഷ്യൽ കൾച്ചർ എന്ന് പറയുന്നതിനകത്തൊരു മാറ്റം വരണം. എനിക്ക് ഏറ്റവും എന്നെ ദുഃഖിപ്പിച്ചിട്ടുള്ളത് ഇവിടെ മതങ്ങൾ സ്ട്രോങ് ആണ്, പള്ളികൾ രാഷ്ട്രീയം സ്ട്രോങ് ആണ്, പുരോഗമന പ്രസ്ഥാനങ്ങൾ സ്ട്രോങ് ആണ്, തെറ്റും ശരിയും മനസ്സിലാക്കാനുള്ള ആളുകളാണ്. ഒരു അംഗീകൃത ട്രേഡ് യൂണിയൻ്റെയോ വിദ്യാർത്ഥി സംഘടനയുടെ ഒക്കെ ആയിരുന്ന ആൾക്ക് ഒരു കോഡ് ഓഫ് ഡിസിപ്ലിനൊക്കെ ഇല്ലേ, ഇന്നതൊക്കെ ചെയ്യാൻ പാടുള്ളൂ എന്നുള്ളത്. ഇതൊക്കെ ഉണ്ടായിട്ടും നമ്മുടെ ഇടയിൽ ഈ ബ്ലാക്ക് ഷീപ്പ് എങ്ങനെ ഇതിനു വേണ്ടി കൂടുതൽ വരുന്നു, അവർക്ക് എങ്ങനെ ഇതിനു വേണ്ടി വരുന്നു, എന്തുകൊണ്ടൊരു വിചിന്തനം ഉണ്ടാകുന്നില്ല, ഞാൻ ചെയ്തുകൂടാ, ഇതൊന്നും ദിസ് ഈസ് നോട്ട് ഗുഡ്, ഇത് ചെയ്യാൻ പാടില്ല എന്ന് പറഞ്ഞു. ആർക്കും ദ്രോഹം ചെയ്യുന്നൊന്നും ഞാൻ ചെയ്യരുത്. ഇടയ്ക്കിടയ്ക്ക് നമ്മൾ ഈ പറയുന്നത് നമ്മളെപ്പോഴുള്ള ആൾ പറഞ്ഞു, അവനവൻ ആത്മസുഖത്തിൽ ആചരിക്കുന്നവ അവരെൻ്റെ ഗുണത്തിനായി വരണമെന്നൊക്കെ നമ്മൾ പറയും. ശ്രീനാരായണ ഗുരുവിനെയൊക്കെ നമ്മൾ കൂട്ടിയും. പക്ഷേ ഞാൻ ആരെയും മുറിപ്പെടുത്തരുത്, അതെൻ്റെ ജോലിയല്ല എന്ന് പറയട്ടെ. ഇപ്പോൾ ഈ പെൺകുട്ടിയുടെ കാര്യം തന്നെ ഞാൻ പറയായിരുന്നു. ഞാൻ ഒന്ന് റിപ്പീറ്റ് ചെയ്യുക, ആ കുഞ്ഞങ്ങനെ വളർന്ന് ഇവിടം വരെ എത്തി, കെമിസ്ട്രി പഠിക്കാൻ വരെ എത്തി എന്നുള്ളതിനെ കുറിച്ച് ആരെങ്കിലും ആലോചിക്കും. കെമിസ്ട്രിക്കൊക്കെ പഠിക്കണമെങ്കിലേ തലയ്ക്കകത്ത് ആളുതാമസം വേണം. BSc കെമിസ്ട്രി വരെ എത്തണമെങ്കിൽ തീർച്ചയായിട്ടും ആ കുട്ടിക്കൊരു ഇനി വേറെ കാര്യം, ഡ്രസ് ചെയ്തത് സ്കൂൾ യൂണിഫോം ഇട്ടുണ്ട് ആ കുഞ്ഞു വന്നു. അതെ, മീമിക്കാൻ വേറെ കാണില്ല. ഇത് വീട്ടിൽ ചെന്ന് അഴിച്ചിട്ടിട്ട് ഉണങ്ങിയിട്ട് വേണം പിറ്റേ ദിവസം വരാൻ. അതെ, എനിക്കിതുപോലെ ഉള്ള അയ്യോ അതിന്റെ ജീവിതമൊക്കെ മാതൃഭൂമി ഉണ്ടല്ലോ, വളരെ ഗ്രാഫിക് ഡീറ്റെയിൽസ്. വെളുപ്പാങ്കാലത്തെ പാതിരായ്ക്കാണ് അങ്ങ് ദൂരെ പോയി പ്രശസ്തരായ രാഷ്ട്രീയ നേതാക്കന്മാർ ചെറിയ എനിക്കറിയാം, ആകപ്പാട് 2 ഷർട്ടുമുണ്ടും അതൊന്നും നനച്ചിട്ടുണങ്ങിയില്ലെങ്കിൽ മറ്റൊരിടാനില്ല. അങ്ങനെ വന്ന ഒരു ഗാന്ധിയൻ ട്രേറ്റ് ഇവിടെ ഉണ്ടായിരുന്നു. ഹനാന്റെ വിഷയം പറയുമ്പോൾ തന്നെ ഹനാൻ കെമിസ്ട്രി പഠിക്കാനുണ്ടായത് നമ്മൾ അതിനെ ആണ് പറയുന്നത്. ഹനാനെ പോലെ വളരെ പാവപ്പെട്ട ഒരു കുട്ടി കെമിസ്ട്രി പഠിക്കാൻ വന്നു. അവിടെ തന്നെ ഞാൻ പറയട്ടെ, മഹാരാജാസ് കോളേജിൽ കൊല്ലപ്പെട്ട അഭിമന്യു വന്നത് വട്ടവട എന്ന് പറയുന്ന ഇടുക്കി ജില്ലയിലെ അഭിമന്യു ചേർന്നത് കെമിസ്ട്രിക്കാണ്. അവിടെ അഭിമന്യു സോഷ്യൽ മീഡിയയിൽ ഒരു തരത്തിൽ പാർട്ടിക്കാരൻ എന്ന രീതിയിൽ സജീവമായിരുന്നു. പക്ഷെ ഞാൻ പറയട്ടെ, അഭിമന്യു എന്ന് പറയുന്ന വ്യക്തിയെ എന്തിനിവർ തെരഞ്ഞു പിടിച്ച് കൊലപ്പെടുത്തിയത് ആരെ ഇക്കാര്യങ്ങൾ പരിശോധിക്കുമ്പോൾ ഹനാനെതിരെ നടന്ന ഒരു ആക്രമണത്തിന്റെ വേറൊരു ഭാഗം അതിനകത്തുണ്ടോ എന്ന് നമുക്ക് സംശയിക്കാം. കാരണം ഇത്തരത്തിൽ സാധാരണക്കാരായിട്ടുള്ള അല്ലെങ്കിൽ ഇങ്ങനെയുള്ള ആളുകൾ ബൗദ്ധികമായിട്ട് ആ ഒരു രീതിയിൽ വളർന്നു വരുന്നത് ഇഷ്ടമില്ലാത്ത ഒരു വിഭാഗം മൗലികവാദികൾ നമ്മുടെ സമൂഹത്തിൽ വളർന്നു വരുന്നത് അവർ നടത്തുന്ന രഹസ്യ പ്രവർത്തനം സപ്പോർട്ട് ചെയ്യട്ടെ. ഇവരാർക്കാ ഭീഷണി? അതെ, ഒരു കൊച്ചു തീപ്പെട്ടി പോലൊരു മുറിയാണ് ഈ വട്ടവടയിൽ. എനിക്കറിയാവുന്ന സ്ഥലമാണ്, ഞാൻ അതിലൊക്കെ നല്ല പരിചയമുള്ള ആളായ വട്ടവടയൊക്കെ പരിചയമുള്ള ഒരു തീപ്പെട്ടി പോലും മുറി. അച്ഛനും അമ്മയും കുട്ടികളും അടുക്കളയും ബാത്റൂമും എല്ലാം അതിനകത്ത്. ഇവൻ ആർക്കാരൊരു ഭീഷണി? ഇവൻ വളർന്നു വന്നിട്ട് ഇവിടെ എന്ത് സംഭവിക്കാൻ പോകുന്നു? ഇവൻ വളർന്നു വന്നാൽ ഇവിടെ പല മാറ്റങ്ങളും ഉണ്ടാകാൻ പര്യാപ്തമാണ് ഇവൻ എന്ന് കണ്ടത് കൊണ്ടല്ല. ഒരുപക്ഷെ ഞാൻ പറയട്ടെ, ഈ ഗൗരി ലങ്കേഷിനെയോ അല്ലെങ്കിൽ അതുപോലെ നമ്മുടെ കേരളത്തിന് വെളിയിൽ പല ആൾക്കാരെയും മുതിർന്ന ആളുകളെ സമൂഹത്തിൽ സ്വാധീനം ചെലുത്താൻ പറ്റുന്നവരെയാണ് വർഗീയവാദികൾ കൊലപ്പെടുത്തിയത്. അതുപോലെ ഒരു ആക്ഷൻ ഇവിടെ നടത്താൻ അവർ ഭയക്കുന്നുണ്ട് നമ്മുടെ കേരളത്തിലെ സാഹചര്യത്തിൽ. പക്ഷെ കേരളത്തിൽ വേറൊരു വിഭാഗം മൗലികവാദികൾ ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ അങ്ങനെ വളർന്നു വരാൻ സാധ്യതയുള്ള ആളുകളെ മുളയിലെ നുള്ളുക എന്ന് പറയുന്നതിലേക്കാണ് ഭീഷണി എന്ന് ചോദിക്കുമ്പോഴേ എന്നോട് CP ജോൺ അവന്റെ ഫോട്ടോ കണ്ടില്ലേ ജേക്കിബേ? ആ ഫോട്ടോ നോക്കിക്കേ, ഒരു നേതൃ ഗുണമുണ്ട് ആ ഫോട്ടോയ്ക്ക്. ആ ചിരി നോക്ക്, അവനൊരു വലിയ നേതാവായി വരേണ്ടതായിരുന്നു, അവനെയാണ് തകർത്തത്. അതിന്റെ പിന്നിൽ കണക്കുകൂട്ടലുണ്ട്. CP ജോൺ പറയുമ്പോ ജോൺ ഭയങ്കര പഴയ SFI നേതാവായിരുന്നു. അതുപോലെ എനിക്കറിയാം. ഞാൻ വേറെ കാര്യം പറയട്ടെ, ഇതിനോടൊന്ന് സംസാരിക്കേണ്ട കാര്യം. ഈ കാര്യങ്ങൾ നടക്കുമ്പോൾ അരുതെന്ന് പറയാനുള്ള ശക്തികൾ എന്താ ഇവിടെ ഉണ്ടാകുന്നത്?
ഇനി അടിക്കരുത് അവനെ, തുടരുത് അതെ. എന്ന് പറയാനുള്ള ആളുകൾ നമ്മുടെ രംഗത്ത് വരാത്ത ഉണ്ട് സർ, ഇല്ലെന്ന് ആര് പറയും? ഇപ്പൊ അഭിമന്യുവിന്റെ കാര്യത്തിൽ രാത്രിയിൽ അവന്റെ കൂടെ വെറും 2 പേരേ ഉള്ളൂ. 3 പേരടങ്ങുന്ന ഈ അഭിമന്യുവിന്റെയും 2 കൂട്ടുകാരെയും കൂടിയാണ് ഒരു സംഘം ആക്രമിച്ച് 16-17 പേരുടെ സംഘത്തിൽ ചെയ്യുന്നത്. അവിടെ ആരും നോ പറയും? കൊലപാതകത്തിന് ശേഷം കേരളത്തിൽ നടന്നത് എന്താണ് സാർ? സോഷ്യൽ മീഡിയയിൽ തന്നെ നടന്നിട്ടുള്ള ഒരു മൂവ്മെന്റ് നോക്കൂ. ഈ പ്രതികൾ പിടിയിലായിട്ടുണ്ടെങ്കിൽ അതിൽ വലിയൊരു പങ്ക് സോഷ്യൽ മീഡിയയും വഹിച്ചിട്ടുണ്ട്. ഈ പല പ്രതികളും, അഭിമന്യുവിനെ കൊലപ്പെടുത്തിയ കേസിൽ പല പ്രതികളും സോഷ്യൽ മീഡിയയിൽ ഇട്ട പോസ്റ്റുകൾ ഉൾപ്പെടെയുള്ളത് ഞാനൊന്ന് പൂർത്തീകരിച്ചു സാർ. സോഷ്യൽ മീഡിയയിൽ ഇട്ട പോസ്റ്റുകൾ ഉൾപ്പെടെ അന്വേഷണ സംഘം തെളിവായിട്ട് എടുത്തിട്ടുണ്ട്. പക്ഷെ അവിടെയും നമ്മൾ സംഭവിച്ചു, ഞാൻ ഇതിനു മുമ്പ് ജേക്കബ് സാർ പറഞ്ഞ ഒരു പോയിന്റിലോട്ട് കൂട്ടിച്ചേർക്കുകയാണ്. അതായത് ഈ കൊലപാതകത്തിന് നേതൃത്വം കൊടുത്ത ഒരാൾ ട്രോൾ എന്ന രീതിയിൽ സഖാവ് താൻ CPM-കാരെ കളിയാക്കി ഇട്ട ചില പോസ്റ്റുകളെ ഈവൻ സൈബർ സഖാവാണ് എന്ന് വ്യാഖ്യാനിച്ചുകൊണ്ട് മലയാളത്തിലെ ഒരു പ്രമുഖ പത്രത്തിൽ വന്നു ഇല്ലേ? അതിനെയും അവസാനം പൊളിച്ചെഴുതാൻ ആര് വേണ്ടി വന്നു? സോഷ്യൽ മീഡിയ തന്നെ വേണ്ടി വന്നു. അതായത് ഇത്തരത്തിൽ മീഡിയ നടത്തുന്ന ചില വഴിതിരിച്ചു വിടലുകൾ, അങ്ങനെയുള്ള കാര്യങ്ങളെ പൊളിക്കാനും ആദ്യം സാറ് പറഞ്ഞ ഒരു പോയിന്റാണ് ഞാൻ പറയുന്നത്. ഈ പിണറായി വിജയൻ പറഞ്ഞു എന്ന് പറയുന്ന ഒരു മറുപടി ഉണ്ടല്ലോ. എന്തുകൊണ്ടാണ് ഇവിടുത്തെ മുഖ്യധാരാ മാധ്യമങ്ങൾ സോഷ്യൽ മീഡിയ ഇത്രമാത്രം ഭയക്കുന്നത്? അവർ കൊണ്ടുവരുന്ന പല കള്ളത്തരങ്ങളെയും പൊളിക്കുന്നത് സോഷ്യൽ മീഡിയയിലാണ്. പല വാർത്തകൾ ഇന്ന് രാവിലത്തെ പത്രത്തിൽ ഒരു വാർത്ത വന്നത്, ആ വാർത്ത തെറ്റായ വിവരമാണ് എങ്കിൽ നിമിഷങ്ങൾക്കുള്ളിൽ സോഷ്യൽ മീഡിയയിൽ അത് പൊളിച്ചിരിക്കും. അതുകൊണ്ടാണ് ഈ മുഖ്യധാരാ മാധ്യമങ്ങൾ സോഷ്യൽ മീഡിയയെ വല്ലാതെ ഭയക്കുന്നതും അവരുടെ ഒന്ന് ഏഴയലത്ത്, അവരുടെ സർക്കുലേഷന്റെ ഏഴയലത്ത് നിൽക്കാത്ത ഫോളോവേഴ്സ് മാത്രമുള്ള പല ആൾക്കാരെയും ഇവര് എതിർക്കുന്നത്. ഞാൻ പറഞ്ഞത് മലയാളികളുടെ സമൂഹത്തിൽ നന്മയും തിന്മയും എന്ന് പറയുന്നത് നമ്മൾ വിച്ഛേദിച്ച് തിരിച്ചറിഞ്ഞിട്ട്, തിന്മ ചെയ്യുന്നവരോട് ചെയ്യരുത്, ചെയ്യാൻ പാടില്ല, ഞാൻ സമ്മതിക്കില്ല, ഒരു വില കൊടുക്കേണ്ടി വന്നാലും ഞാൻ അവനെ ഇനി തല്ലാൻ സമ്മതിക്കത്തില്ല എന്ന് പറയുന്ന ഒരു ശക്തമായ ഗ്രൂപ്പ് ഉണ്ട്. ഞാൻ യൂണിവേഴ്സിറ്റി കോളേജിൽ പഠിച്ചതാണ്. ഞാനിവിടെ ഇലക്ഷനൊക്കെ നിൽക്കുമ്പോൾ എന്നെ തല്ലാൻ വേണ്ടിയിട്ടൊക്കെ ഇവിടെ ആളുകൾക്ക് തയ്യാറായിട്ടുണ്ട്. അന്ന് എൻ്റെ കൂട്ടുകാർ പറയും, തൊട്ടുപോരുത് അവനെ തൊട്ടുപോരുത്. ഞാൻ നാട്ടിൽ നിന്ന് 2 തണ്ടാമാരെ കൊണ്ടുവന്നു. അഭിമന്യുവിന്റെ കാര്യത്തിൽ അത് ഉണ്ടാകുന്നുള്ളതുകൊണ്ടാണ് അവരെ പാതിരാത്രിക്ക് വിളിച്ചു വരുത്തി കൊന്നത്. ഞാൻ നാട്ടിൽ നിന്ന് 2 തണ്ടാമാരെ കൊണ്ടുവന്ന് ഇവിടെ താമസിപ്പിച്ചിരുന്ന എൻ്റെ കൂടെ ഉള്ള വേറെ കാര്യം. എന്റെ അഭിമന്യുവിനെതിരെ പകലായിരുന്നു ആക്രമണം നടക്കുന്നത് പറഞ്ഞതിനേക്കാളും വലിയൊരു മഹാരാജാസ് കോളേജിൽ ഞാൻ പറഞ്ഞത് കേരളത്തെ സമൂഹത്തിൽ ശരിയും തെറ്റും തമ്മിൽ വിവച്ഛേദിച്ചറിയുകയും തെറ്റിൻ്റെ ഭാഗത്ത് ഞാൻ നിൽക്കില്ല, തെറ്റ് ഞാൻ സമ്മതിക്കില്ല, എൻ്റെ കാഴ്ചപ്പാടുള്ളത് വേണ്ട, എന്നെ മുമ്പിച്ചത് വേണ്ട, 6-7 പേര് കൂടി ഒരുത്താൻ തല്ലുമ്പോൾ ഒരുത്തൻ ഇറങ്ങി ഇനി അടിക്കരുത് അവനെ, തല്ലരുത് എന്ന് പറയുന്ന ഒരു സ്പോണ്ടേനിയസ് റെസ്പോൺസ്, സോഷ്യൽ റെസ്പോൺസ് ഇവിടെ വേണ്ടേ? ഇവിടെ ഉണ്ടായിരുന്നില്ലേ? ഇരിക്കല്ലോ, ഞങ്ങൾ ഉണ്ടായിരുന്നു, ഞങ്ങൾ സമ്മതിക്കില്ലായിരുന്നു. അത് ഈ പെൺകുട്ടികൾക്ക് ഉണ്ടാകുന്ന അപകടമൊക്കെ ആരെങ്കിലും ഞാൻ പലപ്പോഴും ചോദിച്ചുള്ള കാര്യം, ഒരു ബസ് സ്റ്റോപ്പിൽ പെണ്ണ് തന്നെ നിൽക്കുക, 3-4 പേര് ചെറുപ്പക്കാർ കുറച്ച് അകലം മാറി നോക്കണ്ടേ? ആ കുഞ്ഞ് വണ്ടി കയറി പോകുന്നുണ്ടോ, അവിടെ സേഫായിട്ട് പോകുന്നുണ്ടോ നോക്കണ്ടേ? അങ്ങനെയൊക്കെ ഉണ്ട് കേട്ടോ. ഞാൻ പറഞ്ഞത് അത് കുറച്ചുകൂടെ പ്രകടമാകണം. പട്ടമേശ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത് സോഷ്യൽ മീഡിയയുടെ ആക്രമണ സ്വഭാവം എന്താണ്? സോഷ്യൽ മീഡിയയിൽ ചില മലയാളികൾ ചുരുക്കം ചില മലയാളികൾ കാട്ടിക്കൂട്ടുന്നത് എന്താണ് നമ്മുടെ വിഷയം? വട്ടമേശയിൽ പങ്കെടുക്കുന്നത് ഡോക്ടർ PJ അലക്സാണ്ടർ, മുൻ DGP, TC രാജേഷ്, മാധ്യമ പ്രവർത്തകൻ, സോഷ്യൽ മീഡിയയിലെ ഒരു സജീവ സാന്നിധ്യം, എബി ജോസഫ്, അബുദാബി പോലീസിൻ്റെ മുൻ ഫോറൻസിക് വിദഗ്ധൻ. ഈ പരിപാടിയുടെ അടുത്ത ഭാഗം അടുത്ത ആഴ്ച ഇതേ സമയം.